ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നും നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ് നോട്ട്സൊക്കെ എഴുതി പഠിച്ചു എന്നുള്ള വിശ്വാസത്തോടെയാണ് ഇന്ന് അടുത്ത ക്ലാസ് ഞാൻ ചെയ്തു തരുന്നത്. റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Question number 1 is, if A equal to the matrix 4 minus 2 4 0 and B is 6 3 2 7 and C is 2 5 3 6. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് 2A plus B minus 3. അപ്പം മിസ് ഒറ്റ വരിയിൽ അങ്ങ് എഴുതുക. അത് 2A plus B minus 3C. മിസ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കണം. 2 into the matrix A. പറഞ്ഞു 4 minus 2 4 0 plus B. Bക്ക് ആരുമില്ല. B is 6 3 2 7 minus 3 into 2 5 3 6. then multiply. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ പെട്ടെന്ന്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ മെട്രിക്സ് ആക്കുന്നു. 8 + 6 - 6. അടുത്തത് ഇച്ചിരി സ്പേസ് വിട്ടിട്ട് -4 + 3 ഇങ്ങോട്ട് നോക്കിക്കോണം, -15 ആകും. ദെൻ 8 + 2 - 9. ഓക്കെ ആയോ? ദെൻ 0 + 7 - 18. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് എഴുതണ്ട, ഒറ്റ സ്റ്റെപ്പിൽ. +6 and -6 ക്യാൻസൽ, ദെൻ യു വിൽ ഗെറ്റ് 8. പറഞ്ഞു ആൻസർ, എളുപ്പം പറഞ്ഞു. ചെക്ക് ദ ആൻസർ. 8 - 16 1 - 11. Then second question from the chapter Ratio and Proportion. If 8x plus 13y by 8x minus 13y equal to 9y1, find, the first question is x by y, second part is x square by y square. അപ്പോൾ എന്നെ ശ്രദ്ധിക്കണം, ആദ്യം ഈ ഗിവൺ ടേം അതുപോലെ താഴോട്ട് എഴുതണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കണം, 8x + 13yയുടെ ഡിനോമിനേറ്റർ 8x - 13y ആയതുകൊണ്ട് a + bയുടെ ഡിനോമിനേറ്റർ a - b ആണെങ്കിൽ എളുപ്പം അപ്ലൈ റൈറ്റ് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ മീൻസ് numerator plus denominator by, what is componento? Numerator plus denominator. What is dividendo? Numerator minus denominator. Okay, then 8x plus 13y plus 8x minus 13y by ഫസ്റ്റ് അതുപോലെ തന്നെ എഴുതണം, 8x plus 13y. ഇനി ഇവിടെ നോക്കിയാൽ മതി, ഈ പ്ലസ് മൈനസ് ആകും, -8x - +13y. അപ്പോൾ LHS ചെയ്യുമ്പോൾ RHSലും ചെയ്യണം, 9 + 1 by 9 - 1. ഓക്കെ ആയോ? ദെൻ +13y - 13y ക്യാൻസൽ, ഓർ 2 into the first term. 2 into ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 8x by 2 into the second term. ഇതെല്ലാ പ്രോബ്ലത്തിനും കറക്റ്റ് ആയിരിക്കും. 10 by 8. 2 2 ക്യാൻസൽ, 10 ഇതൂടെ വെട്ടുമ്പം 5 by 4. കിട്ടിയവരുണ്ടോ? therefore നമുക്കിനി x by y മാത്രം മതി. x by y ഈസ് ഈക്വൽ ടു ഇതെങ്ങോട്ട് പോകും, 5 into 13 by പറഞ്ഞു 8 into 4. What is 13 into 5? 65 by പറഞ്ഞു 32. x by y ആര് കിട്ടി? 65 by 32. ഇനി ഒരു പാർട്ടൂടെ ഇതേ ടൈപ്പ് വന്നാൽ x² by y² എന്ന് പറഞ്ഞാൽ x by y ഓൾറെഡി ഉണ്ട്. x² by y² മീൻസ് ജസ്റ്റ് സ്ക്വയർ, 65² by 32². ആൻസർ എഴുതിക്കോളാമോ? 65 into 65 by 32 into 32 is 1024. ഓക്കെ ആയോ? നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യന് 2 പാർട്ടുണ്ട്. ഒന്ന് -2 and 2/3. What is -2 and 2/3?
3 2s are 6, 6 plus 2, 8. Minus 8 by 3 less than or equal to x plus 1 by 3 എന്നുള്ള ഒരു പാർട്ടും സെക്കൻഡ് പാർട്ട് ഏതാ കുഞ്ഞുങ്ങളെ? ഇച്ചിരി മാറ്റി എക്സ് പ്ലസ് 1 by 3 ലെസ് ദാൻ 3 plus 1 by 3 is same as 3 and 1 by 3. 3 3s are 9. 10 by 3. ഓക്കെ, ഇനിയും എപ്പോഴും ശ്രദ്ധിക്കണം, സോൾവ് ലീനിയർ ഇക്വേഷൻ ചെയ്യുമ്പം എക്സ് കഴിവതും പോസിറ്റീവ് ആക്കണം. ഇവിടെ ഒരു എക്സേ ഉള്ളത് പോസിറ്റീവാണ്. പ്ലസ് 1 by 3 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പം -8/3 -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇനി അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അപ്പുറത്ത് പോകാവൂ. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പാടാം. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. 3 3 ആയതുകൊണ്ട് -9/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മീൻസ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ? ചിലതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. ദെൻ സെക്കൻഡിലെ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് എന്തെഴുതും? എക്സ് ലെസ് ദാൻ 10/3 -1/3. എക്സ് ലെസ് ദാൻ അല്ലേ? ഈക്വൽ ടു ഇല്ല അവിടെ, ലെസ് ദാൻ 10 - 1 9/3. വാട്ട് ഈസ് 9/3? 3. അപ്പോൾ ഇതിലേതാ ചെറിയ ഇൻഇക്വാളിറ്റി? യെസ്, മൈൻ. അപ്പം മറക്കരുത്, നിങ്ങളുടെ മാർക്കിംഗ് സ്കീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെറ്റ് നൊട്ടേഷൻ. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3, ക്വസ്റ്റ്യനിൽ എക്സ് ഇൻ ആർ എഴുതി ഇത് ക്ലോസ് ചെയ്യുന്നെങ്കിലേ യു വിൽ ഗെറ്റ് 1 മാർക്ക്. അപ്പോൾ ഇവിടെയാണ് ഒരു A1 മാർക്ക് കിട്ടുന്നത്. ഇനി എക്സ് ഇൻ ആർ ആയതുകൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല റിയൽ നമ്പേഴ്സ്, ഫുൾ റിയൽ നമ്പർ. സ്കെയിൽ എടുത്ത് നീറ്റായിട്ട് വരയ്ക്കണം. 0 1 2 3 ആണെങ്കിൽ 4 കൂടെ മാർക്ക് ചെയ്യണം, അതർവൈസ് നോ മാർക്ക്. ഇവിടെ -1 -2 -3 ആണ്. ആരൂടെ മാർക്ക് ചെയ്യണം? -4 വേണം. ആരോ കംപ്ലീറ്റ് ചെയ്യണം. മിസ്സ് ബോർഡ് എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീം വെച്ചാണ് ഇപ്പോൾ ക്ലാസ് എടുത്തു തരുന്നത്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹോളും ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് എന്ന് കാണിക്കാൻ ഞാനിവിടെ സോളിഡ് സർക്കിളാക്കി ഈ രണ്ട് ടോപ്പ് തമ്മിൽ മുട്ടിച്ചിട്ട് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ ആയോ? The next question, if the fifth term of an AP is 30, speed ചെയ്തേ, A5 equal to 30 and the eighth term is 36, A8 equal to 36. What's the formula? A5 സ്പീഡ് പറഞ്ഞേ. യെസ്, A + 4D equal to എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. A8 എന്ന് പറയുമ്പോൾ ആരാ മോനെ? A + 7D equal to 36. പുട്ട് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അപ്പോൾ ഇത് 2 ആയത് വലുതായതുകൊണ്ട് ഞാൻ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ എഴുതുന്നു ഇവിടെ സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. A ക്യാൻസൽ, 7D - 4D ഈസ് 3D equal to 36 - 30 6, D equal to 2. കിട്ടിയോ? D2 കിട്ടിയോ? ഞാൻ ഇവിടെ തന്നെ എയും കൂടെ അങ്ങ് ചെയ്യുക. വാട്ട് ഈസ് A? A + 4 × 2 8 equal to 30. From that A is equal to 22. നമുക്കവിടെ രണ്ട് പാർട്ട് കാണണം. ഒന്ന്, ഫൈൻഡ് A30യുടെ ഫോർമുല ആരാ പറയുന്നത്? A30 മീൻസ് A + 29 × D ആണോ? ഞാൻ എഴുതാം. A മീൻസ് 22 + 29 × 2. 22 പ്ലസ് പറഞ്ഞോ, 29 2 58. 58 2 60 20 80 കിട്ടിയോ നോക്ക്. ഇസ് ഇറ്റ് 80? കാണുന്നില്ല അല്ലേ? ഓക്കെ, 8 കിട്ടിയോ? തന്നെ എനിക്കിവിടെ ഒരു പാർട്ടൂടെ ഞാനങ്ങ് ചോദിച്ചു. എന്താണ്? S20. നിങ്ങൾ എഴുതുമ്പം താഴോട്ട് തന്നെ എഴുതണേ. S20 മിസ്സുമാർ ചിലപ്പോൾ ഈ സൈഡൊന്നും ശ്രദ്ധിക്കത്തില്ല. S20 മീൻസ് n/2 × A2A+ ആണോ? n - 1 × D. ഫോർമുല എഴുതിക്കേ. n/2 × 2A+. n/2 മീൻസ് 20/2 × 2 × A ഈസ് 22 + 20 - 1 19 × 2.
ദാറ്റ് ഈസ് 10 ഇൻറ്റു, കണ്ടില്ലേ എന്ത് എളുപ്പമായിരിക്കും ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. 22 ഇൻറ്റു 2 44 പ്ലസ് 38 കിട്ടിയോ? ദാറ്റ് ഈസ് 10 ഇൻറ്റു 82 കിട്ടി വരാറുണ്ട്. ദാറ്റ് ഈസ് 820. ഓക്കെ, എനിക്ക് കേൾക്കാം മിസ്സേ കിട്ടി ഞങ്ങൾക്കെന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ മിസ്സിനോട്. 5th ക്വസ്റ്റ്യൻ ആരാ സ്പീഡിൽ എഴുതുന്നതെന്ന് മിസ് നോക്കട്ടെ. കാണാമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ലേ? Listen, the 5th question. The slant height of a cone is 17 and the radius of the base 8. നിങ്ങൾ മറക്കരുത്, തന്നെ സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചരിഞ്ഞ അളവ് അത് 17ഉം റേഡിയസ് 8ഉം ആണ്. ഫൈൻഡ് ദ ഹൈറ്റ് ആൻഡ് ദ വോളിയം. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വെർട്ടെക്സ് മുതൽ ഈ ബേസിൻ്റെ ഈ സെൻറ്റർ ഇവിടം വരെ, സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്റർ വരെ. Then you know that this is a right angled triangle. ഞാൻ വരച്ചത് നോക്കിയേ, this is a right angled triangle. Slant height എന്ന് പറയുമ്പോൾ ചരിഞ്ഞാണെന്ന് ഓർത്തോണം. ഇത് 8. Then we can apply which theorem? Hypotenuse square is equal to base square plus altitude square, or h square equal to 17 square minus 8 square. അല്ലേ? 289 minus 64 നിങ്ങൾക്കറിയാം എത്ര? 225. Then what is the square root of 225? h എന്തോ കിട്ടി? 15. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഫൈൻ h, that is equal to 15 എന്ന് കിട്ടി. Then what is the volume of a cone? 1/3 pi r square h. ചെയ്യുമ്പോൾ തന്നെ ഉറച്ച് പറഞ്ഞ് ചെയ്യണം, വീട്ടിലാരും ഇല്ലല്ലോ. 1/3 into 22/7 into what is the radius? 8 into 8 into 15. കിട്ടിയോ നോക്ക്. ഓക്കെ, 3ഉം 15ഉം തമ്മിൽ ഒരു കട്ട് നടന്നു, 5. ബാക്കി ആരാ എളുപ്പം ചെയ്യുന്നതെന്ന് നോക്കി. ആൻസർ ചെയ്തെടുത്തേ. 1005.71 സെൻറ്റിമീറ്റർ ക്യൂബാണോ നോക്കാം. Then write the 6th problem. The capacity and the base area of a conical vessel is 9856 and 616. What's the meaning? Capacity എന്ന് പറഞ്ഞാൽ മീനിങ് വോളിയം ഈസ് 9856 ഒരു സൈഡിലോട്ട് എഴുതി. ആൻഡ് എന്താ അടുത്ത പറഞ്ഞേക്കുന്നത്? ബേസ് ഏരിയ. നിങ്ങൾക്കറിയാം ഒരു കോണിൻ്റെ ബേസ് എന്ന് പറയുന്ന സർക്കിളാണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ സർക്കിൾ? യെസ്, പൈ ആർ സ്ക്വയർ ആണ് 616. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ഇച്ചിരി ചെയ്യാനുണ്ട്, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആർ സ്ക്വയർ കാണാം. 22/7 into r square equal to 616. From that r square equal to 616 into 7/22. ഈ ചാപ്റ്ററുകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്പറുകളെല്ലാം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 11ൻ്റെ ടേബിളാണ്. ആർ സ്ക്വയർ എനിക്ക് 196 കിട്ടിയപ്പോൾ r 14 കിട്ടി. ശരിയായോ എന്ന് പറയണം. Then what is the volume? വോളിയം ഫോർമുല 1/3 pi r square h ആണ് 9856. ഈ പൈ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ഈ പൈ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ദാണ്ട് ഈ പൈ ആർ സ്ക്വയർ കൊടുക്കാമോ നോക്കിയേ. അപ്പം 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയറിൻ്റെ പ്ലേസിൽ 616 ഇൻറ്റു h ഈസ് ഈക്വൽ ടു 9856. ഈ ചാപ്റ്റർ വലിയ പാടില്ല, ഫോർമുല ഒന്ന് പഠിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിഞ്ഞാൽ മതി. Therefore h ഈസ് ഈക്വൽ ടു 9856 ഇൻറ്റു 3/616. ഇത് രണ്ടും വീണ്ടും 11ൻ്റെ ടേബിളിലുണ്ട്. കട്ട് ചെയ്ത് വരുമ്പോൾ h ഈസ് ഈക്വൽ ടു 48 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയേ. ഫൈൻഡ് ദ CSA. ഇങ്ങോട്ട് നോക്കിക്കോ. CSAയുടെ ഫോർമുല πRL ആണ്. πRL എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് കോണ്,
ഈ ചരിഞ്ഞിടത്ത് എല്ലാണുള്ളത് അല്ലേ? അപ്പം എല് വേണം. ദെൻ ഹൗ ക്യാൻ യു ഫൈൻഡ് എൽ സ്ക്വയർ മീൻസ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്നാണ് പഠിപ്പിക്കുന്നത്. Therefore, what is h square? 48 square plus 14 square ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 2500. Therefore, L slant height എന്തോ കിട്ടി? Slant height is 50 എന്ന് കിട്ടിയോ എന്ന് നോക്കിയാൽ എളുപ്പം. Therefore, when you substitute here 22/7 ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് 14 ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് 50 ചെയ്ത് വരുമ്പോൾ എളുപ്പമാകും കുഞ്ഞുങ്ങളെ. 7 2s 22 ഇൻറ്റു 2 44 44 ഇൻറ്റു 50 ഈസ് 2200 സെൻറ്റിമീറ്റർ സ്ക്വയർ കേർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ ആയോ? ഒരു 3 മിനിറ്റ് എടുക്കുമെന്ന് എനിക്കറിയാം. ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാവൂ. ഇച്ചിരി സ്പീഡ് ചെയ്യാൻ പഠിക്കണം. 7th പ്രോബ്ലം സോൾവ്. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദിസ് ഈസ് ഫ്രം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. സോൾവ് ചോദിച്ചാൽ മിസ് എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു, വീണ്ടും എഴുതി. ദെൻ അപ്ലൈ, എളുപ്പം ആരാ പറയുന്നത്? അപ്ലൈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. സി ഡി എന്നൊന്നും എഴുതരുത്. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. വാട്ട് ഈസ് കമ്പോണൻറ്റോ? ബോർഡേ നോക്കിയേ. ന്യൂമറേറ്റർ അതുപോലെ എഴുതണം കേട്ടോ മോനെ. പ്ലസ് ഡിനോമിനേറ്ററും അതുപോലെ അങ്ങ് എഴുതണം. √5x മൈനസ് √2x മൈനസ് 6 ബൈ ന്യൂമറേറ്റർ മൈനസ്. അപ്പം ന്യൂമറേറ്റർ ആയതുകൊണ്ട് അതിന് വ്യത്യാസം വരത്തില്ല. പ്ലസ് √2x മൈനസ് 6. ഇനി മുകളിലോട്ട് നോക്കിയാൽ മതി. പ്ലസ് മൈനസ് ആകും, ഈ മൈനസ് പ്ലസ് ആകും. 2x മൈനസ് 6. LHS ചെയ്യുമ്പോൾ ഇവിടെ 4 ഉള്ളെങ്കിൽ മീനിങ് എന്താ? 4/1. അപ്പോൾ 5/4 മൈനസ് 1 3 കിട്ടിയോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു എളുപ്പമാർഗം മിസ് പറയട്ടെ. 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇവിടെ ആരാ? √5x ബൈ 2 ഇൻറ്റു സെക്കൻഡ് ഫാക്ടർ 2x മൈനസ് 6 ഈക്വൽ ടു 5/3. 2ഉം 2ഉം വെട്ടിക്കളഞ്ഞോ നോക്കിക്കേ. എളുപ്പമാട്ടെ. ദെൻ സ്ക്വയറിങ് ബോത്ത് സൈഡ് ആണോ ഈ റൂട്ട് കളയാൻ വേണ്ടി. 5x ബൈ 2x മൈനസ് 6 ഈക്വൽ ടു 25/9. ഇനി ഞാൻ ഇവിടെ ഒരു എളുപ്പത്തിന് ഈ 5ഉം ഈ 25ഉം വെട്ടിയപ്പോൾ എനിക്കൊരു 5 കിട്ടി. വെൻ യു ക്രോസ് മൾട്ടിപ്ലൈ യു വിൽ ഗെറ്റ് 9x ആണോ ഈക്വൽ ടു 5 ഇൻറ്റു 2 10x മൈനസ് 30 കിട്ടിയവരുണ്ടോ? അപ്പോൾ ഈ 10xൻ്റെ അടുത്തോട്ട് ഞാൻ 9x കൊണ്ടുപോയി ഈ മൈനസ് 30 ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ആരായി മോനെ? 10x മൈനസ് 9x x 30 കിട്ടിയവർ എളുപ്പം പറഞ്ഞു. ഓക്കെ. എന്താ മിസ് സ്പീഡിലാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം. മിസ് ഇച്ചിരൂടെ നിർത്തി പറയണോ? പ്രോബ്ലത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ ഓടുന്നത്. A man observes the angle of elevation of the top of a tower to be 45 degrees. He walks 20 meters. The angle of elevation changes to 60 degrees. Find the height correct to 2 significant figures. Very important question ഇതൊക്കെ. എന്ത് നല്ല ക്വസ്റ്റ്യനാണെന്നറിയാമോ? ഈ മാൻ ഒബ്സർവ്സ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇതാണ്ട് ഇവിടെ നിൽക്കുന്ന ഇവൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഇതാ അല്ലേ, ബേസ് ഇതാണ്. ഇവൻ ഇവിടെ നിന്ന് ഒബ്ജക്റ്റിനെ മുകളിലോട്ട് നോക്കുമ്പോൾ ഫോം ചെയ്ത ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അത് 45 ആണെന്ന് പറഞ്ഞു. ഇസ് ഇറ്റ് ക്ലിയർ? ഇവൻ എന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ? ടവർ ടു ബി 45. ഹി വാക്സ് 20 മീറ്റർ. എയിൽ നിന്ന് ഇവൻ ഇപ്പോൾ ദാണ്ട് ഇവിടെ എത്തി. അപ്പം ഞാൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുക. ഇത് ഇവിടെ എത്തിയപ്പം വീണ്ടും മുകളിലോട്ട് നോക്കി. അപ്പോൾ ഇവൻ ഫോം ചെയ്ത ആംഗിള് 60 ഡിഗ്രി ആയി. അപ്പോൾ ഇവിടെ നടന്ന ദൂരം ഏതാ? 20. അപ്പം ഞാനിവിടെ ഹൈറ്റ് കൊടുത്തു, ഇത് നമ്മൾ എക്സ് കൊടുത്തു. എല്ലാ പ്രോബ്ലവും സെയിം പ്രൊസീജിയർ. എപ്പോഴും ഒട്ടും അറിയാത്തവർ ശ്രദ്ധിക്കേണ്ടത്, 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈനിൻ്റെ അടുത്തായിരിക്കണം വലിയ ആംഗിൾ കേട്ടല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിതാകും. ഈ 2 ആംഗിൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് തരുന്നത്. ഇനി ആരാ സ്പീഡ് ചെയ്യുന്നതെന്ന് മിസ് നോക്കട്ടെ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടും ടാൻ എടുത്തു. നോക്കിയേ, ടാൻ 60 h/x
ടാൻ 60യുടെ വാല്യൂ √3 ആയതുകൊണ്ട് h √3x. അടുത്തത് ടാൻ 45 എന്ന് പറയുന്നത് h/20 + x. ടാൻ 45 1. ഈ രണ്ട് എച്ചും സെയിം അല്ലേ? ഒരു പില്ലറിന് അല്ലെങ്കിൽ ഈ മാൻ നിൽക്കുന്നതിന് ഒരേ ഹൈറ്റ്. അപ്പോൾ വി ക്യാൻ ഇക്വേറ്റ്. എങ്ങനെ ഇക്വേറ്റ് ചെയ്യും? √3x = 20 + x ആണോ? therefore x ഇപ്പുറത്ത് കൊണ്ടുവന്ന് ആരായി എന്ന് പറഞ്ഞു? √3x - x = 20. ഇനി എങ്ങനെ എഴുതാം? എക്സ് വെളിയിലെടുക്കാം. x × √3 - 1 = 20. കണ്ടോ? എക്സ് എല്ലാത്തിനും സെയിം പ്രൊസീജിയർ ആണേ. 20/√3 - 1. റാഷണലൈസ് ചെയ്യണം. 9ാം ക്ലാസ്സിൽ പഠിച്ചത് √3 + 1/√3 + 1. √3 × √3 3 - 1 ആര് വരും? 2 വരും. 2ഉം 20ഉം കൂടെ വെട്ടുമ്പോൾ ഒരു 10 വന്നോ നോക്ക്. 10 × √3യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, 1.732 + 1. അപ്പോൾ എനിക്ക് 10 × 2.732 വന്നു. കറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 27.32 കിട്ടി. നിങ്ങൾക്ക് പറഞ്ഞു 27.32 ആണോ എന്ന് പറഞ്ഞു? ആൻസർ 27.32 ആണ്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കണ്ട, വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ഉണ്ട്. കറക്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ ഈ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാവൂ. 27 കഴിഞ്ഞ് ഇവിടെ 3 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് 27. വാട്ട് ഈസ് ദ ഹൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 27. ഓക്കെ ആയോ? Next problem, find the mean proportion between 6.25 and 0.16. എപ്പോഴും ഓർത്തോണം, പ്രപ്പോർഷനകത്തെ ഒരു ടൈപ്പ് 6.25 (x) പ്രപ്പോർഷണൽ ടു x 0.16. പ്രപ്പോർഷൻ്റെ പ്രത്യേകത പ്രോഡക്റ്റ് ഓഫ് ദ എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മീൻസ്. x² is 6.25 × 0.16. Multiply ചെയ്യുമ്പോൾ you will get 1. Therefore x means √1 is equal to 1. Very simple. Then quantities A, 2, 10, B are in continued proportion. Find A and B. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ 4 ടേം ആണെങ്കിലും കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ എഴുതുമ്പം A/2 = 2/10 = 10/b. ഇതാണ് കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ്റെ മീനിങ്. A/2 ഇവിടെ അപ്പോൾ 2 തുടങ്ങണം. 2/10 ഉടനെ ഇവിടെ 10/b എടുത്തേ. A/2 = 2/10 മീൻസ് 1/5 ആണോ? therefore 5A = 2 ആണോ നോക്കിക്കേ. നോക്കൂ, 5A = 2 മീൻസ് A = 2/5 ചെയ്ത് വരുമ്പം 0.4ഉം അടുത്തത് സെക്കൻഡും തേർഡും കൂടെ എടുക്കുമ്പോൾ B = 50 എന്നും കിട്ടും. ഓക്കെ. A solid cone of height 8 cm and base radius 6 cm is melted and recast into identical cones each of height 2 cm and diameter 1 cm. ഞാൻ അണ്ടർലൈൻ ചെയ്തത് കണ്ടോ? ഞാൻ വായിച്ചപ്പോൾ അണ്ടർലൈൻ ചെയ്ത 1 cm. ഓക്കെ. എ സോളിഡ് കോൺ. അപ്പോൾ എന്താ മിസ് ഇവിടെ പഠിപ്പിച്ചേ? ഒരു കോൺ ഉരുക്കി കുറേ കൊച്ചു കൊച്ചു കോൺ ഉണ്ടാക്കി. അപ്പം ഞാൻ മിസ് ഒന്ന് വരയ്ക്കട്ടെ. ഇതാണ് ഉരുക്കാനെടുത്ത കോണെന്ന് വിചാരിച്ചു. ഞാനിവിടെ ചെറിയ 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 കോണുകൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കോൺസ്? എളുപ്പം ആരാ പറയുന്നേ? വോളിയം ഓഫ് സബ്സ്റ്റൻസ് melted is equal to n into volume of substance formed. Volume of substance formed. അത് ഇവിടെ രണ്ടും കോണാകാം. ചിലപ്പോൾ കോൺ ഉരുക്കി സ്ഫിയർ ആക്കാം, സ്ഫിയർ ഉരുക്കി കോൺ ആക്കാം. ഫോമുല മാറ്റി മാറ്റി കൊടുത്താം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ? 1/3 pi r² h = n into 1/3 pi small r1² h1. ഞാൻ മാറ്റി കൊടുത്തന്നേ ഉള്ളൂ. 1/3 pi ക്യാൻസൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. r എത്ര? ബേസ് റേഡിയസ് 6 × 6 × 8 = n into r1. നോക്കണേ, ഐഡൻറ്റിക്കൽ കോൺസ് ഈച്ച് ഹൈറ്റ് 2ഉം ഡയമീറ്റർ 1 എന്ന് പറയുമ്പം 1/2 × 1/2 × 2 ആണോ കുഞ്ഞേ? ആരാ മൾട്ടിപ്ലൈ ചെയ്യുന്നേ? മൾട്ടിപ്ലൈ ചെയ്തപ്പം
576 കോൺസ്. അപ്പോൾ ഒരു കോൺ ഉരുക്കി, ഒരു വലിയ കോൺ ഉരുക്കി എത്ര കോൺ ഉണ്ടാക്കി? 576 കോൺസ്. അപ്പോൾ ഇവിടെ മറക്കരുതാത്ത സ്റ്റെപ്പ് ഏതായിരുന്നു? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഡയമീറ്റർ 1 അല്ല, റേഡിയസ് 1/2, 1ൻ്റെ പകുതി 1/2 കട്ട് ചെയ്തിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെക്കാട്ടി വലിയ പ്രോബ്ലംസ് ആയതുകൊണ്ട് ഇച്ചിരി കൂടെ സമയം നമ്മൾ എടുത്തു. ഫൈൻഡ് ദ മീൻ ബൈ ഷോർട്ട് കട്ട് മെത്തേഡ് ഓർ അസ്യൂംഡ് മീൻ. നമ്മുടെ എക്സാമിന് മെത്തേഡ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. 3 തരത്തിലാണ് പ്രോബ്ലം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, രണ്ടാമത് ഷോർട്ട് കട്ട് മെത്തേഡ്, മൂന്നാമതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ് ഷോർട്ട് കട്ട് എന്ന് മിസ് പഠിപ്പിക്കുക, ശ്രദ്ധിക്കണം. ഷോർട്ട് കട്ട് ആയാലും ഏതായാലും നമ്മൾ എക്സ് കാണണം. 20ക്കും 30ക്കും ഇടയ്ക്ക് 25, 20, 30, 40 ആയതുകൊണ്ട് 10 കൂട്ടി എഴുതി 35, 45, 55, 65, 75. സമ്മതിച്ചോ? ഇവിടെ ഡി എടുക്കുന്നത് ഞാൻ 45. അപ്പം മിസ് എന്തോ കൊടുത്തു? അവിടെ ഒരു വരയിട്ടു. സ്റ്റെപ്പ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ 0 എഴുതി വെച്ച് -1 -2 എന്ന് പോകും. പക്ഷേ ഇവിടെ -10 -20 മറക്കരുത്. -10 -20 താഴോട്ടപ്പം 10 20 30 വ്യത്യാസങ്ങളൊന്നുമില്ല. എഫ് ഇൻറ്റു ഡി ചെയ്തേ. -200 -60 0 120 കിട്ടിയവരുണ്ടോ? 100 270. വെരി ഗുഡ്. പോസിറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്തേ. പോസിറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പം 490 കിട്ടി. എന്നെക്കാട്ടി സ്പീഡ് ചെയ്യുന്നവരുണ്ട്, അതാ മിസ് ഓടുന്നത്. 260. സിഗ്മ എഫ് ഡി ആര് പറയും? ഈസ് ഇറ്റ് 230? ഇവിടെ ഫോമുലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മോളെ. എക്സ് ബാർ ഈസ് ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ എക്സ് ബാർ ഈസ് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് മാത്രം മതി. ഇൻറ്റു സി ഇല്ല, കാരണം സി ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. എ മീൻസ് 45 പ്ലസ് 230 ബൈ സിഗ്മ എഫ് ഞാൻ കൂട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു 50. 0 ഇവിടെ കട്ട് ചെയ്തപ്പം 45 പ്ലസ് എനിക്കൊരു 4.6 ഈസ് 49.6 കിട്ടിയോ നോക്കിക്കോ. 49.6. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഇനി ചെയ്യാത്ത കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക കേട്ടല്ലോ. നല്ല മാർക്ക് മേടിക്കുമ്പോൾ മിസ്സിന് സന്തോഷമാകും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.